വിൻഡോസ് 10 ഗെയിം കളിക്കുമ്പോൾ സ്ക്രീൻ ഫിക്സിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം നമ്മൾ വിൻഡോസ് കീ പ്ലസ് 6 വെക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു ബോക്സ് വരും. അതിനകത്ത് നമ്മൾ റിജിഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. REGEDIT എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. ആ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകതരം ഒരു വിൻഡോസിൻ്റെ സെറ്റിംഗ് ബോക്സിലോട്ട് ചെല്ലും. അവിടെ നമ്മൾ ഈ ലോക്കൽ മെഷീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആ ആരോട് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് കൺട്രോൾ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രാഫിക് ഡ്രൈവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ആ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കോൺഫിഗറേഷൻ എന്നൊരു ഇതുണ്ട്, അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു 3 ഓപ്ഷനായിട്ട് ഒരു ഫയൽസായിട്ട് വരും. അതിനകത്ത് ഓരോ ആരോയിലും കേൾക്കുമ്പോൾ അതിനകത്ത് 0 വരും. ആ 0യിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് സ്കെയിലിംഗ് എന്നാണ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു ബോക്സ് വരും. അതിനകത്ത് 4 ആയിരിക്കും ആൾറെഡി വരിക, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 3 ആക്കുക. അതുപോലെ 3 ഫയൽസിലും ഇതുപോലെ കാണും, സ്കെയിലിംഗ് കാണും. ആ സ്കെയിലിംഗ് ഇതുപോലെ എടുക്കുക, ചേഞ്ച് ചെയ്യുക, 3 ആക്കുക, ഓക്കെ കൊടുക്കുക. അപ്പം ഞാനിത് അവസാനത്തെ ഈ 3 ഫയലിലെ അവസാനത്തെയും ചെയ്യുകയാണ്. അപ്പോൾ ഈ അവസാനത്തെയും ചെയ്യുമ്പോൾ ഇതുപോലെ സ്കെയിലിങ്ങിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 3 ആക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ഫുള്ള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങളുടെ ഗെയിം എവിടെയാണ് കിടക്കുന്നത്, ഏത് ഫോൾഡർ കിടക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചെയ്തിട്ട് ഏത് ഗെയിം ആയാലും, ഇപ്പോൾ ഞാൻ കളിച്ച എല്ലാ ഗെയിമിലും ഇതുപോലെ ഒരു സ്ക്രീനിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് എടുക്കുകയാണ്, ക്രിക്കറ്റ് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. ഫുള്ള് വ്യൂയിലാണ് ഇപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുന്നത്. മുമ്പ് എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു കമൻറ്റ് ബോക്സിലായിട്ട് റിപ്ലൈ അയക്കൂ. അപ്പം ഞാൻ വേറെ മെത്തേഡ് നോക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.